അത്തച്ചമയ ഘോഷയാത്ര വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മുടെ ബ്യൂറോ സമ്പന്നമാണ്. തത്സമയ വിവരങ്ങൾ നൽകാൻ നമ്മുടെ റിപ്പോർട്ടർമാർ കൊച്ചി അത്തച്ചമയ വേദിയിലുണ്ട്. ഓണക്കാലത്തിൻ്റെ വരവറിയിച്ച് ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നടക്കുന്നു. ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് രാജനഗരി. രാവിലെ 9:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ, മിഥുൻ മുരളി, സുധീഷ് ഗോപാൽ എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക്. മിഥുൻ, എല്ലാ അർത്ഥത്തിലും ഓണമിങ്ങി വന്നെത്തി. ഇപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ മിഥുൻ അയ്യപ്പന് തോന്നും തിരുവോണ ദിനമാണെന്ന് തോന്നും. അത്തരത്തിലുള്ള ആഘോഷമാണ് തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത്. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര രാവിലെ 9:30 ആരംഭിക്കുന്നു. 2 മിഥുന്മാരും ഉണ്ട്, ഇടംവലം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാം, എന്താണ് ഈ അത്തച്ചമയം, ഈ അത്തച്ചമയം എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം മിഥുൻ അയ്യപ്പൻ. തീർച്ചയായിട്ടും സൂചിപ്പിച്ച പോലെ തന്നെ ഓണത്തിൻ്റെ ആരവത്തിലേക്ക് മലയാളികളെല്ലാം തന്നെ ഉണർന്നു കഴിഞ്ഞു. ഇന്ന് അത്തമാണ്. ഇത് എൻ്റെ കൂടെ ഒരു പുലി മുഖംമൂടി കൂടിയുണ്ട്. കാരണം ഇത് സാധാരണ തൃശ്ശൂരിൽ ഓണത്തിൻ്റെ 3-ാം ഓണനാളിലൊക്കെയാണ് ഈ തൃശ്ശൂരിൽ പുലിക്കളിയെല്ലാം ഇറങ്ങാറ്. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം മുമ്പ് ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കലാരൂപങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് മലയാളികളെല്ലാം തന്നെ പുലികളായി മാറുന്ന ഒരു ദിവസങ്ങളാണ് ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അത്തം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു വിസ്ഫോടനം തന്നെ ഇവിടെ ഈ തൃപ്പൂണിത്തുറയിലെ ഈ രാജനഗരിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാ പുലി കലാകാരന്മാരുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. മേലൊക്കെ പുള്ളി കുത്താനുണ്ട്. അവസാനമായിട്ട് പണികൾ ഇനി ബാക്കിയാണ്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. മുമ്പേ തന്നെ പുലിവേഷം കെട്ടാൻ, ക്ഷമിക്കണം, പുലിക്കളിക്ക് മുമ്പ് തന്നെ പുലിവേഷം കെട്ടാനായി. പുലിവേഷം ഞങ്ങൾ അത്തത്തിനാളാണ് ഞങ്ങളുടെ തുടക്കം. ഇവിടെ നിന്ന് തുടങ്ങി ഇനി 15 ദിവസം ഞങ്ങൾക്ക് തിരക്കാണ്. പുലിക്കളി തന്നെയാണ്. ഇതാണ് പുള്ളിപ്പുലിയാണ്. 30 വർഷമായിട്ട് ഞാൻ തൃശ്ശൂർ പുലിക്കളിക്ക് വേഷം കെട്ടണു. ഇത് 500 വർഷത്തോളം കഴിഞ്ഞു. ഇപ്പോൾ ഈ അത്തച്ചമയ ഘോഷയാത്ര പങ്കെടുക്കുന്നതിൽ ഒരു അത്തച്ചമയത്തിന് വെച്ചാൽ നമ്മൾ തൃശ്ശൂരത്തെ പുലിക്കളി എന്ന് പറഞ്ഞാൽ പുലിക്കളി മാത്രമേ ഉള്ളൂ. പക്ഷേ അത്തച്ചമയത്തിന് അങ്ങനെയല്ല. തൃശ്ശൂരത്തെ കേരളത്തിലത്തെ എല്ലാ കലാകാരന്മാരും എല്ലാത്തരം കലകളും ഒന്നിച്ചു ചേരുന്ന ഒരു ഘോഷയാത്രയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വൈബാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര. ശരി, ഈ വയറിങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ സാധാരണ ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ്? അല്ല, ഞാൻ വേറെ ഹാർഡ് വർക്കൊക്കെ ചെയ്യണ ആളാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഓക്കെ ഏട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ കലാരൂപങ്ങൾ ഇന്ന് ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതാ ഇവിടെ വലിയ ആഘോഷങ്ങളുടെ ഭാഗമായി ഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ട ചില ടാബ്ലോയുടെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു കലാരൂപങ്ങളുണ്ട്. ഇതിന് പുറകിൽ അത്തരത്തിലുള്ള കലാരൂപങ്ങളുണ്ട്. തൊട്ട് താഴെ നമുക്ക് മുമ്പിൽ കാണാം, ഇതാ നമ്മുടെ മലബാർ മേഖലകളിൽ, മധ്യ കേരളത്തിലും മലബാർ മേഖലകളിലും കണ്ടുവരുന്ന കരിങ്കാളിയുടെ വേഷവിധാനങ്ങളാണ് ഇവിടെ സജ്ജമായിരിക്കുന്നത്. കരിങ്കാളിയുടെ കിരീടവും പള്ളിവാളും ചിലമ്പും അതുപോലെ തന്നെ ആ ചെമ്പട്ടും എല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ എല്ലാവിധ ഘോഷയാത്ര അത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃപ്പൂണിത്തുറയിലെ ഈ മഹാരാജാവിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അത്തം നാളിൽ നടത്തുന്ന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരു ആരംഭം എന്ന് തന്നെ വേണം പറയാൻ. അത് പിന്നീട് 1961 അതായത് തിരുവിതാംകൂറിൽ 49 ലയിച്ചതിന് ശേഷം അത് നടത്താതെയായി. പിന്നീട് 1961 മുതൽ ഇത് അത്തച്ചമയ ഘോഷയാത്രയായി സർക്കാർ സംവിധാനത്തിൽ, അതായത് ഒരു ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി അത് നടത്താൻ തുടങ്ങി എന്നുള്ളതാണ്. അന്നു മുതൽ അത് ഒരു രാജകീയമായിട്ടുള്ള ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി ഒരു ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പരിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാജകീയമായിട്ടുള്ള അതിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ കൊച്ചി നാടിൻ്റെ യുദ്ധ സാഹസങ്ങളും അതുപോലെ തന്നെ രാജാവിൻ്റെയും ആ രാജ്യത്തിൻ്റെയും പ്രൗഢിയെല്ലാം നമ്മൾ സാധാരണ റിപ്പബ്ലിക് ഡേ പരേഡ് എന്ന് പറയാറില്ലേ, അത്തരത്തിൽ കൊച്ചി രാജാവിൻ്റെ ഒരു റിപ്പബ്ലിക് ഡേ പരേഡ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു
പ്രകടനം തന്നെയായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര എന്നുള്ളത്. അവരുടെ സൈനികരിങ്ങനെ എഴുന്നള്ളുന്നു, അവരുടെ കലാരൂപങ്ങൾ ഇങ്ങനെ എഴുന്നള്ളുന്നു, ഈ ടാബ്ലോകൾ ഇങ്ങനെ എഴുന്നള്ളുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു ആവിഷ്കാരം തന്നെയായിരുന്നു അത്തച്ചമയ ഘോഷയാത്ര രാജ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് വിവിധങ്ങളായിട്ടുള്ള ജാതി വിഭാഗങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി പങ്കെടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അത്തരത്തിൽ മനോഹരമായി കൊണ്ടാടിക്കൊണ്ടിരുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് കൂടുതൽ ജനകീയമായിട്ടുള്ളൊരു ഉത്സവത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം തൃപ്പൂണിത്തുറ നഗരസഭയുടെ അടക്കമുള്ള നേതൃത്വത്തിലാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. ഇന്ന് ഇവിടെ നിന്ന് യാത്ര ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ബോയ്സ് ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ട് സ്റ്റാച്യു വഴിയും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് വഴിയും എല്ലാം തന്നെ കടന്നുപോയി തിരിച്ചിവിടെ തന്നെ സമാപിക്കുക എന്നുള്ളതാണ് അത്തച്ചമയ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രീതി എന്നുള്ളത്. ഇവിടെ നിരവധി കലാകാരന്മാരെല്ലാം തന്നെ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രാചീന കലാരൂപം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ദേവീദേവന്മാരുടെല്ലാം വേഷങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ്. ചേട്ടാ ഇത് എവിടുന്നാ വരുന്നത് ചേട്ടാ? കുന്നോളം. എൻ്റെ നാടെന്നാണല്ലോ വടക്കേട്. ഇത് വൈക്കം വീരഭദ്ര തെയ്യം കലാസമിതി വൈക്കം. ഞാൻ വടക്കേടാണ്. എൻ്റെ നാട് പുന്നൂരാണ് അല്ലേ? ഓക്കെ. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ട് അത്തച്ചമയ ഘോഷയാത്ര. അതെ അതെ. എന്താണ് ഈ അത്തച്ചമയ ഘോഷയാത്ര പങ്കെടുക്കുമ്പോൾ ആദ്യമായിട്ട് വന്നുള്ളത് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും അത് ഗംഭീരമായിട്ട് നടക്കട്ടെ എന്നുള്ള കാരണമാണ്. ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരാണ് അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി. ഇത് പ്രാചീന കലാരൂപം. അങ്ങനെ വിവിധ കലാരൂപങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ കൂറ്റൻ രൂപങ്ങളും അതുപോലെ തന്നെ ടാബ്ലോകളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ നമ്മുടെ സംസ്ഥാനം കടന്നുകൂടി ഇത്തവണത്തെ ആഘോഷങ്ങൾ മാറുന്നു എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ഈ പ്രസിദ്ധമാണല്ലോ, ഉത്തരേന്ത്യയിലൊക്കെ പ്രസിദ്ധമാണ് ഈ നാസിക് ഡോളുകൾ എന്നുള്ളത്. അതിൻ്റെ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന രീതിയിലുള്ള അതിൻ്റെ യഥാർത്ഥ സത്വം നാട്ടിലൊക്കെ ഈ നാസിക് ഡോളുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ഇപ്പോൾ ഇവിടുത്തെ അതായത് ഉത്തരേന്ത്യയിൽ കാണുന്ന തരത്തിലുള്ള ഒരു നാസിക് ഡോൾ കൂടി ഇത്തവണ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരേന്ത്യയിൽ അതേ വീറും വാശിയോട് കൂടിയുള്ള ഒരു നാസിക് ഡോൾ ഇവിടെ കാണാൻ സാധിക്കുമെന്ന് സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ നഗരസഭയെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി VD സതീശനാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. മുഖ്യാതിഥിയായി നടൻ ജഗദീഷ് എത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ മനോജ് KJ ആയിരിക്കും എന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ചില അസൗകര്യങ്ങൾ ഇപ്പോൾ നടൻ ജഗദീഷിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഏതായാലും പതിറ്റാണ്ടുകളുടെയും നൂറ്റാണ്ടുകളുടെയും പാരമ്പര്യമുള്ള ഈ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഞാൻ 61 എന്നുള്ള വർഷം പറഞ്ഞല്ലോ. ഈ 61 തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ വെച്ചാണ്, ആ ഘോഷയാത്ര നടക്കുന്നിടത്ത് വെച്ചാണ് കേരളത്തിൻ്റെ കേരളോത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഒരു വലിയ പ്രാധാന്യം കൂടി ഈ ഒരു ദിവസത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വേദി സജ്ജമാണ്, നമ്മളെല്ലാവരും സജ്ജമാണ്. ഇനി 9 മണിയോടുകൂടി അത്തച്ചമയ ഘോഷയാത്ര നടക്കും. വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ, പ്രച്ഛന്ന വേഷങ്ങൾ, ഒപ്പം തന്നെ പ്ലോട്ടുകൾ, നൃത്തങ്ങൾ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളെല്ലാം ഇത്തരത്തിൽ ഈ തൃപ്പൂണിത്തുറയുടെ ഈ രാജവീതികളിലൂടെ ഇങ്ങനെ ആർത്തുല്ലസിച്ച് കടന്നു പോകും. യഥാർത്ഥത്തിൽ ഇന്ന് ഓണത്തിന് ഒരു വലിയ ആഘോഷത്തിൻ്റെ ഒരു വിസ്ഫോടനം ഇന്ന് തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നാട്ടിലുള്ള എല്ലാവരുടെയും വീടിന് മുമ്പിൽ കൊച്ചു കൊച്ചു പൂക്കളെ കൊണ്ടെല്ലാം ഓണത്തെ വരവേറ്റുകൊണ്ട് ഒരു പൂക്കളം ഒരുങ്ങിയിട്ടുണ്ടാകും. പക്ഷേ തൃപ്പൂണിത്തുറയിൽ ഒരുങ്ങുന്നത് അതിഭീകരമായ ഒരു ഓണാഘോഷമാണ് എന്നുള്ളതാണ്. അതിമനോഹരമായിട്ടുള്ള ഓണാഘോഷമാണ്. ഏതായാലും ആ പൂക്കളമിട്ട ആളുകളെല്ലാം തന്നെ കാത്തിരിക്കുക, പൂക്കളമിട്ട ഓണത്തെ കാത്തിരിക്കുന്ന ആളുകളെല്ലാം തന്നെ കാത്തിരിക്കുക. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയുടെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് ഇനി വരുന്ന ഘോഷയാത്രയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ്റെ സ്വന്തം നാട്ടുകാരൻ പോലും അവിടെ ഉണ്ടായിരുന്നു. പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന മുഴുവൻ വെള്ള പെയിന്റിൽ നിൽക്കുന്നതുകൊണ്ട് ആളെ മനസ്സിലായില്ല. അപ്പോഴാണ് പറഞ്ഞത് സ്വന്തം നാട്ടുകാരനാണ്. അങ്ങനെ അത്തരത്തിൽ നമ്മൾ കഴിയാത്ത തരത്തിലേക്ക് ആ വേഷവിധാനങ്ങളൊക്കെ മാറി എല്ലാ കലാരൂപങ്ങളും ഓണാഘോഷത്തിന് വേണ്ടി ഒരുങ്ങുന്ന തൃപ്പൂണിത്തുറ അത്തച്ചമയം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കലാരൂപത്തിൻ്റെ ഒരു പരിച്ഛേദം അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്.